പൊരിപ്പിക്കലായിക്കില്ല. നമസ്കാരം. ഇന്ന് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ആറാട്ടണ്ണൻ ഇപ്പൊ ചെയ്യുന്നില്ല, പക്ഷെ മുൻകാലങ്ങളിൽ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെ കുറിച്ചൊരു ഡിസ്കഷനാണ്. കാർത്തിക്, ഈ ലൈവ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? 7 മണിക്ക് ശേഷം ഞാൻ ഈ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ചെയ്യുന്നവർ കുറവാണല്ലോ. അല്ലാതെ സാധനം വീഡിയോ ഇടുന്നത്, വീഡിയോ ലൈവ് എങ്ങനെ ബന്ധപ്പെടുത്തുന്നത്? ഞാൻ സാധനം വീഡിയോ ഇടുന്നത്, അതെങ്ങനെ ലൈവ് എന്ന് പറയുന്നത്? അതല്ല, 7 മണിക്ക് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എനിക്കതിന് സമയമൊന്നുമില്ല. എനിക്കതിന് 7 മണി സമയമൊന്നുമില്ല. എനിക്കതിന് 7 മണി സമയമൊന്നുമില്ല. രാത്രി ആകുമ്പോഴാണ് ഫ്രീ ആവണം. രാവിലെ ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും കട്ട് ചെയ്യണം. അല്ലല്ല, ഞാൻ പറഞ്ഞു വെച്ച് വേറൊന്നല്ല. 7 മണിക്ക് മിക്കപ്പോഴും ആറാട്ടണം വന്നിട്ട് പറയുന്നത് പലതൊന്നും പറഞ്ഞത് മാത്രമൊന്നല്ല, എന്തോരം പേർക്ക് കേട്ടാവുന്നുണ്ട്. ഇഷ്ടം എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, അത് നമുക്ക് പേര് വിളിച്ചിട്ടല്ലേ പറയുന്നത്. ഒരാളെ ഇഷ്ടമാണ് എന്തോ അത് പബ്ലിക്കായിട്ട് പറയുമ്പോ ആ കേൾക്കുന്ന ആൾക്കൊരു ഹേർട്ടിങ് ഉണ്ടാവില്ലേ. നമ്മുടെ വീട്ടുകാരെ കുറിച്ച് ഇഷ്ടമാണെന്ന് പറയുന്നത് എന്താ കുഴപ്പം? ഇഷ്ടമെന്ന് പറഞ്ഞതിൽ കുഴപ്പങ്ങളുണ്ടല്ലോ. നമ്മൾ പറയേണ്ടത് പല കാര്യങ്ങളും, അവർക്ക് അവരുടെ പ്രൈവസി, മറ്റൊരു അവരോട് പല കാര്യങ്ങളും ആൾക്കാർ ചോദിക്കാം. ഇഷ്ടമാണ് പറയുന്നത് എന്താണ് അതിലൊരു കുഴപ്പം? എന്താണ് കുഴപ്പമുണ്ട്? കുഴപ്പം പറയാം. നമുക്ക് എന്ന് പറയുമ്പോ നമ്മള് അത് പറയുന്നു, ഉപയോഗിക്കുന്ന മറ്റൊരാളുടെ പേരും കൂടി അതിലുണ്ട്. അല്ല, പിന്നെ ഞാൻ എനിക്ക് പേര് ഒരാൾ പിന്നെ ഞാൻ എങ്ങനെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റും? പേര് പറയാൻ ഇഷ്ടമൊന്നും താൻ പറഞ്ഞു അവർക്ക് അവരുടെ പ്രൈവസിനെ പലരോട് ബാധിക്കില്ലേ? എങ്ങനെ ബാധിക്കും? സ്ഥിരമായിട്ടാണല്ലോ പറയുന്നത്. എവിടെ ചെന്നാലും അതാണ് ഇതാണ് പറയുമ്പോൾ സ്ഥിരമായിട്ട് ഒരാളല്ല, ഓരോ ദിവസം ഓരോ ആൾക്കാരെ പറയുന്നത്. ഓരോ ആൾക്കാരെ പറയുന്നത് ഒരാളെ മാത്രം പറഞ്ഞോണ്ടിരിക്കാറില്ല. സംഭവങ്ങളൊക്കെ നമ്മൾ ഒരാളെ മാത്രം അഭിനയിക്കാൻ പാടുന്നുണ്ടോ? ഒരാളെ മാത്രം അഭിനയവും അവിടെയല്ല പ്രണയം. ഒരാളെ മാത്രം അഭിനയിക്കാൻ പാടുന്നുണ്ടോ? അതൊന്നുമില്ല. അത് ഞാനില്ലെന്ന് പറയുന്നത്. എനിക്ക് പ്രണയമാണെന്ന് തോന്നുന്നു. അതിന്റെ കുഴപ്പം എന്താണ്? പ്രണയമാണെന്ന് പറഞ്ഞ എന്റെ കുഴപ്പം എന്താണ്? പ്രണയമാണ് എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നത് കുഴപ്പമുണ്ടോ? ആ കുഴപ്പം എന്താ നിങ്ങൾ പറയുന്നില്ല? കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ ഇതിനെ ബാധിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ ബാധിക്കുന്നു? അവർക്ക് അവരുടേതായ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ചോദിക്കൂലേ, ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്, എന്താ നിങ്ങൾക്ക് അതിനൊരു ഇതിലില്ലേ? അപ്പൊ അവരെല്ലാം മറുപടി പറയാനായിട്ട് ബാധ്യസ്ഥയായി മാറുന്നു. അതൊരു പ്രശ്നമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചോദിക്കാറുണ്ടോ ആൾക്കാരോ? പിന്നെ ചോദിക്കാറുണ്ടോ? അങ്ങനെ എത്ര പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്ത് അത് ഓരോരുത്തരും എടുക്കുന്ന രീതി പ്രശ്നം ഉണ്ടാവും. എടുക്കുന്ന രീതിയുടെ കുഴപ്പമില്ല, എന്റെ കുഴപ്പമല്ല. ഞാൻ പറഞ്ഞു എന്റെ കുഴപ്പമല്ല, ഇതിൽ എടുക്കുന്ന രീതിയുടെ കുഴപ്പമാണ്. യാഥാസ്ഥികരായ കൺസർവേറ്റീവ് ആൾക്കാരുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമല്ല. എടുക്കുന്ന രീതിയുടെ പ്രശ്നമാണ്, ആളുകൾ എടുക്കുന്ന രീതിയുടെ കുഴപ്പമാണ്. എത്ര പേർക്ക് പ്രശ്നമില്ല? എത്ര പേർക്ക് പ്രശ്നമില്ലാത്തത് അവർ നോക്കണ്ട. നമുക്ക് എന്തെങ്കിലും കാര്യം എല്ലാ രക്ഷത്തിലും ചെയ്യാൻ പറ്റുമോ? എന്ത് കാര്യം വിമർശനം ഉണ്ടാവില്ല. എന്ത് കാര്യം ചെയ്താൽ വിമർശനം ഉണ്ടാവും. പക്ഷെ വിമർശനങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർ ചെയ്ത കാര്യങ്ങൾക്കല്ലോ വിമർശനം ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന തെറ്റെന്താണ്? തെറ്റാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. എന്ത് തെറ്റാ ചെയ്തവരാണ്? എന്ത് തെറ്റ്? ലൈവിൽ ഓരോരുത്തരുടെ പേര് ഉപയോഗിക്കുക. ഇപ്പൊ ഒരു ദിവസം മുഴുവനും താങ്കൾക്ക് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഹേർട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നേരെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ എടുത്തിട്ട് അതിന്റെ കാരണങ്ങൾ പോലും ചോദിക്കാതെ താങ്കൾ ലൈവ് ചെയ്യണം. പ്രണയം മാത്രമല്ല, പല പല ഹേർട്ടിങ്, പല പല കാര്യങ്ങളും ഇത് ശരിയാണ്. പറയൂ, എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പെൺകുട്ടികളുടെ പേരാണ് മിക്കപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്ത, ഇല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയ, അല്ലാതെ കല്യാണം കഴിച്ചാലും പറയാറില്ലല്ലോ. കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ഒരു പെണ്ണല്ലേ? ആ പെണ്ണുപോലെ ആണും ആണല്ലേ? പെണ്ണു മാത്രമാണ് പെണ്ണുങ്ങളെ മാത്രം ആണുങ്ങൾ റെസ്പെക്ട് ചെയ്യണ്ടേ? ഞാൻ പേരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അതാണ് പറഞ്ഞത്. പേരിനെ കുറിച്ച് പറഞ്ഞതിനാണ് ഞാൻ ചോദിച്ചത്. സത്യല്ലേ പറഞ്ഞത്? നഗ്നമായ സത്യല്ലേ പറഞ്ഞത്? പേരെ കുറിച്ച് മാത്രമല്ലോ പറയുന്നത്. എല്ലാരെ കുറിച്ച് സത്യമല്ലേ പറയല്ലേ? എവിടെയായാലും സത്യമല്ലേ പറയണ്ട. താങ്കൾ സത്യമാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ഹേർട്ടായാലും കുഴപ്പമില്ല. ഹേർട്ടാണ് ഞാൻ സോറി പറഞ്ഞു. ഞാൻ അതുകൊണ്ട് എന്റെ പേരെ നിർത്തിയതാ. കാരണം വെറുതെ 24 വയസ്സുള്ള യുവാവാണ്. പുള്ളിക്ക് ഇനി കല്യാണം കഴിക്കണം പലതുകൊണ്ടാണ്. അപ്പൊ പുള്ളിയുടെ ഈ കള്ളവെടി ഇങ്ങനത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കല്യാണത്തിന് ബാധിക്കും. അതുകൊണ്ട് പറയുന്നില്ല. താങ്കൾ അപ്പൊ ഇതിനു മുൻപേ അത് പറഞ്ഞ തെറ്റാണ്. ഞാൻ പെരനെ കുറിച്ച് പറഞ്ഞ തെറ്റാണ്. ഇതിനു മുന്നേ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെരനെ കുറിച്ച് പറഞ്ഞ പോയ സത്യങ്ങളാണ്, പിന്നെ പറയാൻ പാടില്ല. അപ്രിയ സത്യങ്ങൾ അതെനിക്ക് ഇപ്പോഴും തിരിച്ചറിഞ്ഞത്. ഞാൻ ആലോചിച്ച് മനസ്സിലായി പുള്ളിയുടെ മാരീഡ് ലൈഫ് നല്ല ബാധിക്കും. താങ്കളുടെ റെക്കോർഡിക്കലായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ തെറ്റായെന്ന് തോന്നിട്ട് തിരിച്ചറിഞ്ഞിട്ട് മാറ്റുക എന്നുള്ളത് എന്ത് തരത്തിലുള്ള ശരിയാണ്? ഞാൻ ജയിലിൽ പോയി കിടക്കണോ? പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പേരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്.
ഞാൻ പറഞ്ഞു സത്യം പറയാൻ പറ്റും റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷനില്ലേ. അതിനാണ് അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പോസ്റ്റ് ഞാൻ പെരേരെ കുറിച്ച് പറഞ്ഞ 100% കറക്റ്റായ കാര്യമാണ്. അത് പെരേര നിരസിക്കുകയാണ്. പെരേരയുടെ കേസ് വിട്, പെരേര കള്ളത്തരം കാണിക്കുക, സത്യമാണ് പറഞ്ഞത്. പെരേരയെ കുറിച്ച് മാത്രമാണ് താങ്കൾ പറഞ്ഞത്. പണ്ടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രണയാണ് പറഞ്ഞത്. പ്രണയം മാത്രം പറഞ്ഞിട്ടുള്ളൂ. അത് താങ്കൾ കിസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യം പറഞ്ഞാ സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യാൻ പറ്റില്ലേ? അല്ല നമ്മളത് കിസ്സിന് എന്താ കുഴപ്പം, ഈ ലിപ്ലോക്കിന് എന്താ കുഴപ്പം എന്ന് പറയാം. എന്താ പ്രശ്നം? ഇതാണ് ആശയ ലിപ്ലോക്ക് ചെയ്യുന്ന പ്രശ്നം. എന്ത് ലിപ്ലോക്കിന് എന്താ കുഴപ്പം പറയാം? നമ്മൾ ആരും പിടിച്ച് അടിക്കിട്ട് ചെയ്യുന്നല്ലോ. ഇപ്പൊ ആഷിഖ് പറഞ്ഞല്ലോ, ഒരാളെ ഉമ്മ വെച്ച പ്രശ്നമാണ്, 10-20 പേര് ഇടിച്ചു വെച്ച കുഴപ്പമില്ല. ഒരു ഉമ്മ കൊടുത്തായിട്ട് സംഭവിക്കാൻ പോകണം, അത് പറയാം. ഉമ്മ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും എടുക്കുന്ന രീതി നമ്മള് നിർബന്ധിച്ച് ഉമ്മ കൊടുക്കാനും ശരിയല്ല. അണ്ണൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ രീതിയിലല്ലോ പറയുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറയൂ, സ്പെസിഫിക് പറയൂ. സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ഞാൻ ഒരു നടിയെ ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യമാണ്. അല്ലെങ്കിൽ ലിപ്ലോക്ക് ചെയ്യാൻ ഒരാളെ താല്പര്യം എന്താണ്, ഒരാളും ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യം റെക്കോർഡിക്കലായിട്ട് പറയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ മോശമാണ്. മോശമല്ല, താങ്കൾക്ക് അത് മോശമല്ല. എങ്ങനെയാണ് മോശമാണ്? ഇപ്പൊ നമ്മുടെ വീട്ടുകാരെ കുറിച്ച് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് അത് മോശമല്ല. അത് ശരിയാണ്, അത് പോയിന്റാണ്. നമ്മളിങ്ങനെ പറയെങ്കിലും നമ്മളുടെ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം, അത് ശരിയാണ്. പക്ഷെ ഇതെല്ലാം ഒരു കൺസർവേറ്റീവ് സിസ്റ്റമാണ്. ഇത് ഇവിടുത്തെ മതങ്ങൾ മറ്റുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം എങ്ങനെ മോശമായ കാര്യമാണ്. നമ്മൾ റെക്കോർഡിക്കലായിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് എനിക്ക് ഇന്നാളുടെ പെങ്ങളെ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കണം അത് ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതെന്ത് തെറ്റാവുന്നത്? ഞാൻ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ താങ്കൾ അത് റെക്കോർഡിക്കലായിട്ട് ഞാൻ ആരും റേപ്പ് ചെയ്തിട്ടില്ല. റേപ്പ് ചെയ്യണമെങ്കിൽ മുതൽ ഇതുപോലത്തെ ഹരാസ്മെന്റ് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് ലിപ്ലോക്ക് ചെയ്യുന്ന ആ പെൺകുട്ടിക്ക് സമ്മതമായിട്ടാണ് അവർ ചെയ്യുന്നത്. ചോദിക്കുന്നെങ്കിൽ താങ്കൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പേഴ്സണലായിട്ട് ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് ശരിക്കും ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ ലിപ്ലോക്ക് ചെയ്യണോ? ലിപ്ലോക്ക് കാണുന്ന അവര് എത്ര സ്ക്രീനിൽ മറ്റുള്ള എത്ര കണ്ടോ കാണുമ്പോ ഉടനെന്ന് പറയുന്നല്ലോ. ലിപ്ലോക്കിന് എന്താ കുഴപ്പം അത് പറയാം? ലിപ്ലോക്കിന് എന്താ കുഴപ്പം? ലിപ്ലോക്കിന് അത് കുഴപ്പമില്ല, അത് പരസ്പരം സമ്മതം. ഞാൻ എന്താ അവരെ ബലം പിടിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടോ? ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞത് നമ്മള് അവരെ ശരിക്കും പറഞ്ഞ പേഴ്സണൽ സ്പേസ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ താങ്കൾ അത് പറയുന്നത് വലിയ വലിയ ആളുകളെയാണ്, അതായത് വലിയ ആളുകൾ വേണ്ട, ഒരു സെലിബ്രിറ്റിനെയാണ് താങ്കൾ പറയുന്നത്. ഈ സെലിബ്രിറ്റിനെ പറയുമ്പോൾ അവരെ സെലിബ്രിറ്റിയിൽ പല ഇങ്ങനെ ആളിങ്ങനെ പറയുന്ന പറയുമ്പോൾ മറ്റുള്ളവരെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഹേമ കമ്മിറ്റിയില്ല എന്തൊക്കെ നടക്കുന്നത്, നിർബന്ധിച്ചാണ് നടന്നിരിക്കുന്നത്. ഇവിടെ സിനിമാ ഫീൽഡിൽ കണ്ടിരുന്നോ, വായിച്ചിരുന്നോ? ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം സർക്കാർ ഒളിപ്പിച്ചിരിക്കുക, പലരുടെ പേരുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരുടെ പേരുണ്ട്. ഇവര് നിർബന്ധപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ഒരാളെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു ആണും പെണ്ണും കൺസെന്റോട് ചെയ്യുന്ന കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിർബന്ധിച്ച് ചെയ്യണം പല ആൾക്കാർ. എന്നിട്ട് അവരെല്ലാം മാന്യമായിട്ട് നടക്കുകയാണ്. നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. അല്ല ആരെയും ഞാൻ ആരും നിർബന്ധിക്കില്ലല്ലോ. താങ്കൾ നിർബന്ധിക്കുന്നില്ലെങ്കിൽ പോലും അവർ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യുവ കാര്യങ്ങൾ പറയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ കുഴപ്പം? എന്താണ് കുഴപ്പമുണ്ട്? ഇപ്പൊ ഓരോരുത്തരും വന്നിട്ട് ഇപ്പൊ ഞാൻ പറയും, താങ്കൾ ഇപ്പൊ ഈ സെലിബ്രിറ്റികളാണ് പറയുന്നത്. താങ്കൾ പേഴ്സണലായിട്ട് ഇപ്പൊ സാധാരണ നടക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കാണുന്നുണ്ടാവും. താങ്കൾ അവിടെ ഞാൻ പറഞ്ഞ കേസ് സിനിമയിൽ അതുപോലെ ഇന്ന പെൺകുട്ടി കഥാപാത്രമാണ്. ഒരു മിനിറ്റ് സമ്മതിച്ച് ഇന്നൊരു പെൺകുട്ടി ഇപ്പൊ വീടിന്റെ അടുത്തുള്ള ഇന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഇന്നയാളുടെ സൊസൈറ്റി ഒരു പെൺകുട്ടി സിനിമയിൽ വന്നു. ആ പെൺകുട്ടി വീടിന്റെ അടുത്തുള്ളതാണ്, അവൾക്ക് നല്ലൊരു ആംഗിൾ ഉണ്ട്. അവളുടെ അടുത്ത് പറയാണ് ഇന്ന പെൺകുട്ടി ഞാൻ സിനിമയിൽ കണ്ടപ്പോൾ എനിക്ക് ലിപ്ലോക്ക് ചെയ്യാൻ തോന്നി. അവിടെ നിങ്ങൾ മെയിൽ ഡോമിനേഷൻ പറയണം. പെങ്ങളായാലും മതിയല്ലോ, അത് മതി. മെയിൽ ഡോമിനേഷൻ പറയുന്നത്. അപ്പൊ അവിടെ താങ്കൾ പറയുകയാണ് ഇത് സൊസൈറ്റിയുടെ കുഴപ്പമാണ്. ഈ സൊസൈറ്റിയുടെ കുഴപ്പമാണ്. താങ്കൾ ഇത് പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞു മാധവിക്കുട്ടി, റൈറ്റർ മാധവിക്കുട്ടി, അതിലേക്ക് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു. അവരല്ലേ ഇത് മൈത്രേൻ ഇവരെല്ലാം ഓപ്പൺ ആയിട്ട് പറയേണ്ടത്. മൈത്രേൻ പറയുന്നത് സമ്മതമില്ലാതെ ഒരാൾക്കാരുടെ ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. താങ്കൾ നിർബന്ധിക്കുന്നതല്ല, പക്ഷെ പറയുന്നത് തെറ്റല്ലേ? പറയുന്നത് നിങ്ങൾ തെറ്റാവും. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ തെറ്റാണ് എന്തുകൊണ്ട് തെറ്റാണ് പറയുന്നില്ല? അതൊരു പോയിന്റ് ആണ്. എന്റെ സിസ്റ്ററിനോടോ എന്റെ അമ്മയോടോ ഇങ്ങനെ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ
അവൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് വിചാരിക്കുക. അല്ല അങ്ങനെ പറഞ്ഞു ആ കാര്യം പോലും നമ്മുടെ സൊസൈറ്റിയുടെ കുഴപ്പമാണ്. മതങ്ങൾ മറ്റുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഓട്ടമാണ് ശിക്ഷയാണ്. ഒപ്പം എന്താണ് അത്? ഞാൻ ഇപ്പോഴും അത് ഈ പറയുന്ന കാര്യങ്ങൾ അവർക്കും കൂടി സംഭവം പാപമായി എടുക്കുന്ന സൊസൈറ്റിയിൽ എടുത്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത്. ഇത് പാപമായിട്ട് എടുത്തിരിക്കുക ഡീറ്റെയിൽസ് ഉണ്ടാക്കിയതാണ്. സ്വന്തം ആൾക്കാരെ പറയുമ്പോൾ നമുക്ക് ചൊറിയുമെന്ന് പറയുന്നത് അതും എനിക്ക് തോന്നുന്നത് അതും സൊസൈറ്റിയുടെ കുഴപ്പമാണ്. അതും ഞാൻ പറഞ്ഞില്ല എന്റെ സിസ്റ്ററിനെ കുറിച്ച് എന്റെ അമ്മയെ കുറിച്ച് പറയണം. ഞാൻ ജനിച്ചു പറഞ്ഞ സൊസൈറ്റിയുടെ കുഴപ്പമാണ്. എന്തത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ സംഭവിക്കാൻ പോകണ്ട. നമ്മളാരെ എന്തെങ്കിലും ഉപദ്രവിക്കട്ടോ? നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ തിരിച്ച് ഞാൻ ചോദിക്കുന്നില്ലല്ലോ, ആരെയും കിസ് ചെയ്തിട്ടില്ലല്ലോ. താങ്കൾ അങ്ങനെ പേഴ്സണൽ പ്ലാറ്റ്ഫോം ഇന്ന് ഞാൻ സിനിമ കണ്ടു, എനിക്ക് ഇഷ്ടമായി, ഞാൻ ഇന്ന് ക്ലിപ്പ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് ഏതിപ്പോ നമ്മുടെ വീടിന്റെ ചുറ്റുപാടുള്ള ആളുകളെ പോലും അയാളെ സിനിമയിൽ അഭിനയിക്കുന്നത് താങ്കൾ പറയുമോന്ന് ഞാൻ ചോദിച്ചു. അല്ലെ ഞാനിപ്പോ ഒരാൾക്ക് ഇതൊരു മോശമായ കാര്യം കൊണ്ടല്ലേ, മോശമായി നിങ്ങൾ ചിന്തിക്കുന്ന കൊണ്ടല്ലേ അത് മോശം നിങ്ങൾ പറയണം. മോശമായ കാര്യം ആണെന്ന് ആരെ പറഞ്ഞോ? മോശമായ കാര്യം പറയണം. അയാളുടെ പേഴ്സണൽ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് ചുറ്റും ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് സിനിമയിലാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞ ക്രഷാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ക്രഷിന്റെ ഒപ്പം എത്രയോ അടിമാർക്ക് ക്രഷ് ഉണ്ട്. ഇവിടെ ഭാവനയ്ക്ക് മാധവനോട് ക്രഷ് ഉണ്ടായിരുന്നു. മൈമ നമ്പ്യാർ ഉണ്ണുമുദ്ര ക്രഷ് ഉണ്ടായിരുന്നു. ക്രഷ് തോന്നിയുടെ ഒപ്പം എന്താണ്? അതുകൊണ്ടാണോ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ താങ്കൾ ഇങ്ങനെ എന്താ പറഞ്ഞ അടുത്ത കാലത്ത് പറഞ്ഞിട്ടല്ലേ താങ്കൾ വിവാദമായതും താങ്കൾ പ്രശ്നങ്ങൾ ഉണ്ടായതും ഏതാ ഒരു കേസിലേക്ക് കുറിച്ച് പറയണ്ട. അതൊന്നും പറയാൻ പറയാം. അത് കേസാണോ നടക്കട്ടെ. വേറെ കാര്യം പറയാം. വേറെ എന്ത് കാര്യം പറയാനാണ്? അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പണ്ടോട് പ്രണയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാര്യം പറ്റി ഇവിടെ മീഡിയയിൽ വിറ്റുപോലെ 3 കാര്യങ്ങളാണ്. ഒന്ന് കോമാളിത്രം, അത് പിറകേക്ക് കാണിക്കാൻ പറ്റില്ല, വേറെ പറ്റില്ല. 2 അഡൽട്ട് റിലേറ്റഡ് കാര്യങ്ങൾ. 3 അപരാധം, കുറ്റം പറയൽ. ഇതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് പറ്റില്ല. 2, 3 ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ആളുകൾക്ക് വേണ്ട അങ്ങനത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ടല്ലേ മീഡിയ അങ്ങനെ കാണിക്കുന്നത്. നല്ലൊരു കാര്യം പറഞ്ഞു ഞാൻ എനിക്ക് മാസേക്കോട്ട് അറിയേണ്ടത് നല്ലൊരു വീഡിയോ ഇട്ട് നല്ലൊരു കാര്യം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല. നല്ലത് പറഞ്ഞ കേറില്ല എന്നും പറഞ്ഞ് മോശമായ കാര്യങ്ങൾ മീഡിയ കാണിക്കുന്നു. ഓൺലൈൻ മീഡിയ ഞാൻ പറയാത്ത എത്ര കാര്യം വളച്ചു പിടിച്ച് പറഞ്ഞു. ഞാൻ പറ്റേ അമിത് ചാക്ല ഒരു ആക്ടറല്ലേ, പുള്ളി അനുഭവം പഠിച്ച പുള്ളി മീഡിയയോട് പറഞ്ഞു ഇവൻ ആള് ജീനിയസ് ആണ് മറ്റുള്ള പറഞ്ഞു, ബുദ്ധിമാനൊക്കെയാണ് പറഞ്ഞു. മീഡിയേറ്റർ എന്താ അറിയാം, അമിത് ചാക്ല പറഞ്ഞു ഇയാൾ പണ്ടേ കോഴിയാണ്. ഞാൻ പറയാത്ത കാര്യമാണ്. അത് അമിത് ചാക്ല പറഞ്ഞു. അമിത് ചാക്ല പറഞ്ഞിട്ടില്ല. വീഡിയോ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ്. വീഡിയോ വന്നു. വീഡിയോ വന്നിട്ട് ഇങ്ങനെ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട. ഈ ക്യാപ്ഷൻ കൊടുക്കുന്ന പല പ്രശ്നമുണ്ട്. ഞാൻ മറ്റേ എന്നെ വനിതാ തിയേറ്ററിൽ പോലീസ് വന്ന പടപ്പം ഞാൻ ടിക്കറ്റ് കാണിച്ചു ഫോണില്. ഇവര് ക്യാപ്ഷൻ ഇട്ടത് ആറാട്ടിനെ പോലീസ് തൂക്കിയാണ്. അവ മീഡിയക്ക് എന്താ ചെയ്യും? ഞാൻ ചെയ്ത പ്രശ്നമുള്ളൂ. എന്തൊക്കെയാ വളർത്തു പിടിച്ചിട്ടുണ്ട്. ഞാൻ പറയാത്ത എന്തൊക്കെ പറഞ്ഞു. ഞാൻ ഒരിക്കൽ ഒരു സിനിമയ്ക്ക് ഇറങ്ങിപ്പോയപ്പോ ഏതോ ഹൊറർ മൂവിയാണ്. അവൻ കേട്ട ക്യാപ്ഷൻ ഞാൻ ഹൊറർ മൂവി കണ്ട് പേടിച്ചിട്ട് പോയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു മീഡിയക്കാരൻ കാരണം എനിക്ക് അറ്റാക്ക് പോലും കിട്ടിയിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ് സിനിമയുടെ പേര് ഞാൻ പറയില്ല. ആ മീഡിയക്കാരൻ കാരണമാണ് ഞാൻ അനുഭവിച്ചത്. അവസാനം അവൻ മുങ്ങിക്കളി ഞാൻ അനുഭവിച്ചത്. താങ്കൾ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറയുന്നു. ഇപ്പൊ താങ്കൾ പറഞ്ഞ താങ്കൾക്ക് എന്താ പറയാ റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെക്സിനെ പറ്റി ചില കാര്യങ്ങൾ തോന്നിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യം റീച്ചിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പെരേരെ കൊച്ചൊരു വീഡിയോ ഇട്ടു, പേര് പറയാനില്ല. അത് 8 മില്യൺ വ്യൂസ് ആണ് പോയത്. 8 മില്യൺ വ്യൂസ്. അപ്പൊ വീഡിയോ എന്ത് ചെയ്യുന്ന ഒരു ട്രാൻസ്ജെൻഡർ കേസിനെ ആളെ കൺട്രോളും ഇല്ല. എന്നിട്ട് എന്റെ ഫോട്ടോ എടുത്ത് 24 hours ചാനലിൽ ഇട്ടാണ്. അനുഭവിച്ച് എന്താ പറയാത്തത്? അത് ഞാനാ ആ കേസ് കഴിഞ്ഞാൽ കൊടുത്തോ? ഞാൻ കേസ് കൊടുത്തിട്ടില്ല. അയാൾ കേസ് കൊടുത്തു. അവര് കേസ് കൊടുത്തു.
താങ്കളല്ലേ പറയുന്നത്? അതിന് ഞാൻ ആളെ കൺട്രോളും ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആളെ കൺട്രോൾ കള്ള കേസാണ്. കള്ള കേസ്. ഞാൻ ഇന്ന് പെണ്ണുങ്ങൾക്ക് എവിഡൻസ് വേണ്ട, തെളിവ് വേണ്ട, അല്ലാതെ കേസ് കൊടുത്താൽ റിമാൻഡാണ്. താങ്കൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സത്യസന്ധമായ കാര്യങ്ങൾ എന്തുകൊണ്ട് ഓൺലൈൻ മീഡിയ ഫിനാൻഷ്യൽ വളർച്ച സ്വന്തം ചെയ്തിട്ടുണ്ടോ? ഇവിടെ വനിതാ ചേച്ചി മീഡിയക്കാർ, ഓൺലൈൻ മീഡിയക്കാർ മിക്കവരും ഇങ്ങനെ വളച്ചൊടിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ബൈബിൾ പറഞ്ഞ പോലെ വിശന്ന് കട്ടാൽ കുഴപ്പമില്ല പറയുന്നുണ്ട്. അതുപോലെ കാര്യമാണ് ഓൺലൈൻ മീഡിയ ചെയ്തതും ഞാൻ ഇടയ്ക്ക് ചെയ്തതും. പൈസയുടെ ആവശ്യം വന്നപ്പോഴാണ്. വിശന്ന് കട്ടാൽ കുഴപ്പമില്ല ബൈബിൾ പറയുന്നുണ്ട്. അത് തെറ്റാണ്. ബൈബിളിൽ പറയുന്ന വിശന്ന് കട്ടാൽ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലേക്ക് ആയിരിക്കും. താങ്കൾ അതനുസരിച്ച് ഈ പറയുന്ന തനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾക്ക് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എങ്ങനത്തെ കാര്യങ്ങൾ? ഇങ്ങനത്തെ ഒന്നെങ്കിൽ ആളുകൾക്ക് റീച്ച് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് താങ്കളെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ഓൺലൈൻ മീഡിയ എന്താ ചെയ്യുന്നത്? ഓൺലൈൻ മീഡിയ എല്ലാം കംപ്ലീറ്റ് അറിയാത്ത കാര്യങ്ങളാണ്. മിക്ക ആൾക്കാരും ഞാൻ ക്യാപ്ഷൻസ് നോക്കിയിട്ട് എല്ലാം വളച്ചു പിടിച്ചാ പറയണം. ഏത് ക്യാപ്ഷൻസ് താങ്കളുടെ ഓൾറെഡി മറ്റേ ഇല്ലാത്ത ഞാൻ പറഞ്ഞ പല കാര്യവും ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ട്രോളന്മാർ എന്താ ചെയ്യുന്ന? ട്രോളന്മാർ നമ്മൾ പറഞ്ഞ വളച്ചു പിടിച്ചിട്ടിട്ട് എന്നെ കാണുമ്പോൾ പെൺകുട്ടികൾ കളിയാക്കി ചിരിക്കുകയാണ്. ഞാൻ കോമാളിയല്ല. വീഡിയോ അല്ല, എന്റെ ഒരു എക്സ്പ്രഷൻ വെച്ച് തന്നെ അവർ മാനിപ്പുലേറ്റ് ചെയ്തു. ട്രോൾ മുഴുവൻ മാനിപ്പുലേഷൻ ആണ്. ട്രോൾ നല്ല ക്രിയേറ്റീവ് ഒക്കെയാണ് സംഭവിച്ചു. പക്ഷെ ട്രോൾ കൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായി. പല പെൺകുട്ടികൾ വിചാരിച്ചു ഞാൻ കോമാളിയാണ്. ഞാൻ അങ്ങനത്തെ ആളല്ല. എത്ര പേര് കോമാളി എടുക്കുന്നു? താങ്കൾക്ക് പറയുന്നത് കോമാളിത്തരവും അതുപോലെ സെക്സുമാണ് കൂടുതൽ വിറ്റ് പോകുന്നത്. അതുകൊണ്ടാണ് കോമാളിത്തരം വളച്ചു പിടിച്ചതാണ്. പറഞ്ഞല്ലോ, ഞാൻ കോമാളിത്തരം കാണിച്ചിട്ടില്ല. ഇവർ വളച്ചു പിടിച്ച് കോമാളിത്തരം ആക്കിയതാണ്. മീഡിയക്കാരൻ ട്രോളായാലും എല്ലാം ഇവർ വളച്ചു പിടിച്ചാണ്. ഞാൻ കോമാളിത്തരം കാണിച്ചു. കോമാളിത്തരം കാണിക്കാൻ പെരേരയ്ക്കേ പറ്റുള്ളൂ. കാണിച്ചിട്ടില്ല. ഞാൻ കാണിച്ചിട്ട് മണപ്പുറം ഇങ്ങനത്തെ മാധവിക്കുട്ടിയെല്ലാം സെക്സ് കോച്ച് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മോശമായ കാര്യമാണ്. മോശമായ കാര്യമാണെന്ന് വെച്ചാൽ പല രീതിയിൽ വെച്ച് നോക്കുമ്പോൾ പേഴ്സണൽ ഹേർട്ട് ഉണ്ടാവൂലേ? എങ്ങനെ കേട്ടാണ്? അത് അവരുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമല്ല. അവരെന്താ ആ രീതിയിൽ എടുക്കുന്ന? നമ്മുടെ മതങ്ങളും നമ്മൾ എന്തിനാണ് അങ്ങനെ ആ രീതി പോകേണ്ട? ഒരാളെ നമ്മൾ ചീത്ത പറയുന്നു, അയാൾ എടുക്കേണ്ട രീതി ഇവിടെ എന്തുകൊണ്ട് ഇത് മോശം? സെക്സ് മോശമായിട്ടല്ലേ സെക്സ് വെച്ച് പറയുന്നത് മോശമാണെന്ന് പറയണ? സെക്സ് മോശമാണ് ആര് പറഞ്ഞു? സെക്സ് മോശമാണെന്ന് ഇപ്പൊ ആര് പറഞ്ഞു? ഞാൻ അതും പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ ഓക്കെ, നമ്മളൊരു വേറൊരാളെയും കൂടി അതിലേക്ക് പൊതുവായി ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല. ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ആഗ്രഹം ഇപ്പൊ നമ്മൾ നിന്നിട്ട് ഒരാളെ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പൊതുവായിട്ട് പറയുമ്പോൾ അവർക്കത് എന്തുമാത്രം ഹേർട്ടാവുന്നതാണ് ഞാൻ ചോദിച്ചത്. ഹേർട്ടാവില്ലേ? എനിക്ക് നിങ്ങൾ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് നമ്മൾ പതിവ് മൈക്ക് കൂടി വിളിച്ചു പറയുന്നതാണ്. അവരുടെ 10,000 പേരുണ്ടാവും. ഈ സാധനം സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അവിടെ കോടിക്കണക്കിന് ആൾക്കാർ കേൾക്കുകയാണ്. അത് പറയുന്ന ഒരാൾക്കാർ അവർ അങ്ങനെ അവർക്ക് അവരുടെ പ്രത്യേകിച്ച് ഗേൾസ് ആയി ഞാൻ പിടിച്ചു വലിച്ച റേപ്പ് ചെയ്തില്ലല്ലോ, പറഞ്ഞല്ലേ ഉള്ളൂ. അങ്ങനെ പറയുന്നതിൽ അവരുടെ പേര് വലിച്ചു വയ്ക്കുമ്പോൾ അവർക്ക് അതിനോട് ഞാൻ ചോദിച്ചത്. അതിൽ വാദിക്കാനായിട്ട് നമ്മളല്ല, നമ്മൾ നിർത്തിക്കളഞ്ഞത് ഈ പരിപാടി നിർത്തിക്കളഞ്ഞത്. ലീഗൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ലീഗൽ പ്രോബ്ലംസ്? ലീഗൽ പ്രോബ്ലംസ് ഇവിടുത്തെ പല നിയമങ്ങളും മണ്ട നിയമങ്ങളാണ്. എല്ലാ നിയമം കറക്റ്റ് അല്ല. ഒരു സ്ത്രീക്ക് കല്യാണ ശേഷം ഇത് എക്സ്ട്രാമാരിറ്റൽ അഫെയർ ആവാം. എന്ത് മണ്ടൻ നിയമം? പിന്നെ കല്യാണം ചെയ്യേണ്ട ആവശ്യം? കല്യാണം കഴിച്ചിട്ട് എക്സ്ട്രാമാരിറ്റൽ അഫെയറിന്റെ ആവശ്യം എന്താണ്? അങ്ങനെ ലോജിക്ക് ഇല്ലാത്ത എത്രയോ മണ്ടൻ നിയമങ്ങളുണ്ട്. നമുക്കതിന് ചോദ്യം ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ കുറെ ഒരു ലോജിക്കില്ലാത്ത പല നിയമങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ജീവിക്കുമ്പോ നമ്മുടെ കോടതി നീതിയുണ്ടോ? നമ്മുടെ കോടതി നീതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഡിലേഡ് ആണ്. ഒരു കേസ് സോൾവ് ചെയ്യണമെങ്കിൽ അഭയ കേസിൽ 30 ദിവസം എടുത്താൽ ഒരു കേസ് സോൾവ് ചെയ്യണമെങ്കിൽ എത്ര വർഷം എടുക്കും? നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം ചെയ്ത് കാര്യങ്ങള് എന്താ ഞാൻ മറന്നുപോയി. അതെ, രക്ഷിലെ കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ പ്രശ്നമല്ല. ഒരാൾ നിർബന്ധിക്കേ പ്രശ്നം വരുന്നത്. ഹേമ കമ്മീഷനിലെ പറയുന്ന റിപ്പോർട്ടിൽ പലരും നിർബന്ധിച്ചിട്ടുണ്ട്. നിർബന്ധിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്.
ഒരാൾ മ്യൂച്വൽ കൺസെന്റിലാണ് കുഴപ്പമില്ല. ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല, ഒരാളെ നിർബന്ധിച്ചിട്ടില്ല. ഒരാളെ നിർബന്ധിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് പോലും നമ്മള് മറ്റുള്ളവരുടെ പേര് എടുത്തിട്ട് അവരുടേതായ വ്യക്തി പേഴ്സണൽ കാര്യങ്ങളിലേക്ക് സെക്സ് ചെയ്യുന്നതും പലരും ഇന്ത്യ എന്ന് മഹാരാജ്യത്ത് പേഴ്സണൽ ആയിട്ടാണ് ചെയ്യുന്നത്. അത് ഓപ്പൺ ആവണമെന്നാണ് എണ്ണം പറയുന്നത്. ഈ എണ്ണം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരാൾക്കോട് സെക്സ് തോന്നുമ്പോ ഓപ്പോസിറ്റ് ആൾക്ക് നമ്മളോടും ഇഷ്ടം തോന്നണം. അപ്പൊ നമുക്ക് അത് ഇഷ്ടമുണ്ടോ എന്നുള്ള ഉറക്കെ പറയാനാണ് എന്ന് പറയുമ്പോ അവരുടെ പേഴ്സണൽ പ്രൈവസിയുള്ള കാര്യങ്ങളിൽ അത് ശരിക്കും ബാധിക്കില്ല. നമ്മുടേതായ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവുമ്പോൾ, നമ്മുടേതായ ബുദ്ധിമുട്ടാകുമ്പോൾ ചൊറിയുകയും മറ്റുള്ളവർക്ക് അത് രസമായിട്ട് കാണുകയും ചെയ്യാൻ പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നത് ഒരാൾ നിർബന്ധിക്കുമ്പോഴാണ്. ഞാൻ നിർബന്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പ്രൈവസി അയാളുടെന്ന് പറയുമ്പോൾ ഗേൾസിനെ ഓൾറെഡി പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആളുകൾക്ക്, കേരളത്തിലുള്ള ആളുകൾക്ക് അത് ഇവിടുത്തെ ഇവിടെ സദാചാരം ഇവിടെ കപട സദാചാരം കാണിക്കണം. ഇവന്മാര് പുറമെ വലിയ മാന്യമാരെ നടക്കും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പെരേരയാണ്. പുറമെ മാന്യത നടക്കുന്നു, ഉള്ളിൽ എല്ലാ വൃത്തികേടുകളും ഉണ്ട്, ഒന്നും തുറന്നു പറയില്ല. അയാൾ കാണിക്കുന്ന ഒരു വൃത്തിയാൽ തുറന്നു പറയില്ല. മറ്റുള്ളവരെയാണ് കുറ്റം പറയുന്നത്. അയാൾ തുറന്നു പറയുന്നത് ഞാൻ തുറന്നു പറയുന്നു, ഞാൻ സത്യസന്ധത കാണിക്കുന്നു. അയാള് ഒളിപ്പിച്ചു കൊടുക്കുന്നു. തുറന്നു പറയുന്നത് ഞാൻ മോശക്കാരനായി, തുറന്നു പറയാത്തതുകൊണ്ട് അയാൾ മാന്യനുമായി. അപ്പൊ താങ്കൾ പറയുന്നത് തുറന്നു പറയണമെന്ന് കാര്യം ഉണ്ടെങ്കിലും അല്ലാണ്ട് ഒളിച്ചു അല്ല, വളരെ സത്യസന്ധമായിട്ട് ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞാണ്, ഫ്രാങ്ക് ആയിട്ട്. താങ്കൾ സത്യസന്ധത മനസ്സിലാവും. ഉറപ്പാവില്ലേ? കാരണം താങ്കൾ ഒരുപാട് ഇന്നൊരാളടുത്ത് പറയുന്നു, നാളെ വേറെ ശ്രീകൃഷ്ണൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 16,000 ഭാര്യമാരുണ്ടായിരുന്നു. ഞാൻ ശ്രീകൃഷ്ണനല്ല, ഒരാളെ മാത്രം പഠിക്കാൻ പാടുന്നുണ്ടോ? എല്ലാവരും പ്രണയിക്കണം. ഒരു പെൺകുട്ടി പറയുന്നു അല്ലെങ്കിൽ ആൺകുട്ടി പറഞ്ഞു ഞാനായിട്ട് മാത്രം ബന്ധം വെക്കാൻ പാടും എന്ന് പറയുന്നത് അവരുടെ സ്വാർത്ഥതയല്ലേ, അവരുടെ സ്വാർത്ഥതയും നാരമൈലിസം അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് താങ്കൾക്ക് അത് പറ്റില്ല, താങ്കൾക്ക് കാണുന്നില്ല പെണ്ണുങ്ങളായിട്ട്. അപ്പൊ താങ്കൾക്ക് എന്താ ആത്മാർത്ഥതയും സത്യസന്ധതയും അതിലുള്ളത്? ഞാൻ 6 വർഷം ഞാൻ 6 വർഷം ഒരാളെ ലസ്റ്റ് ഒന്നില്ലാതെ പ്രണയിച്ചാണ്. 6 വർഷം പേര് പറയാനില്ല, എല്ലാവർക്കും അറിയാം. ഒരാളെ ഒരു ലസ്റ്റും ഇല്ലാതെ പല ആണെങ്കിലും അവളെ ലസ്റ്റോടെ കാണുമ്പോൾ വളരെ പ്യൂറായി കണ്ട ആളാണ്. അതിൽ ഞാൻ കുറെ അനുഭവിച്ചു മാനസികമായിട്ട്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ട്രൂ ലവ് സംഭവം വർക്കൗട്ട് ആവില്ല. ട്രൂ ലവ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേർക്ക് ട്രൂ ലവ് ഇല്ല. ഒരാൾക്ക് നോക്കിയാൽ അതാണ് നല്ലത് പ്രാക്ടിക്കൽ. ഇന്നൊരാൾ നാളെ വരെ എന്നോട് ആ ആളുടെ വീടിന്റെ നെയ്ബർ പറഞ്ഞാണ് നിങ്ങളൊരു ഫൂളാണ്, കാരണം ഈ കാലത്ത് ഇന്നൊരാൾ നാളെ വേറൊരാൾ, അതിൽ ആത്മാർത്ഥതയില്ല. പക്ഷെ അതാണിപ്പോ വർക്കൗട്ട് ആവുള്ളൂ. ട്രൂ ലവ് ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ട്രൂ ലവ് നടത്തിയ ആളാണ്. ലെസ് ലവ് എന്നെ കളിയാക്കാറുണ്ട്, കാമം ഇല്ലാത്ത ലവ്. ആ രീതിയിൽ ഞാൻ കണ്ടതാണ്. എന്നിട്ട് ഞാൻ കുറെ അനുഭവിച്ചാണ്. എത്ര പേര് ആത്മഹത്യ വന്നു, ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ വിഷമം. ഇപ്പോഴത്തെ ഒരു പ്രാക്ടിക്കൽ ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ 2K ഇഷ്ടം. അവർക്ക് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ട്, അവർക്ക് ബ്രേക്കപ്പ് ആയാലും വിഷമമില്ല, കാരണം അവർക്ക് ട്രൂ ലവ് ഇല്ല, ലസ്റ്റാണ്. അപ്പൊ ഒരാൾ നോക്കിയാൽ അതാണ് നല്ലത്. ഞാൻ ഒരാളെ ട്രൂ ലവ് ചെയ്ത് എനിക്ക് മതിയായതാണ്, അത് കഴിഞ്ഞിട്ടാണ് ലസ്റ്റിലേക്ക് തിരിഞ്ഞത്. ട്രൂ ലവ് ചെയ്ത് എനിക്ക് മതിയായി, അത്രയ്ക്ക് മാനസിക സംഘർഷം അനുഭവിച്ചു. ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അതാ പറഞ്ഞ ഇനി ട്രൂ ലവ് വർക്കൗട്ട് ആവില്ല. ട്രൂ ലവിലാണ് ആത്മാർത്ഥത. എനിക്ക് സത്യസന്ധതയും ആത്മാർത്ഥതയും ട്രൂ ലവിലാണ് ഞാൻ. എനിക്ക് ലസ്റ്റ് വന്നിട്ട് അതിലും ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇല്ല, സത്യസന്ധയാണ്, അല്ല. അത് ശരി. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞു ട്രൂ ലവിൽ കാര്യമില്ല. ട്രൂ ലവ് ഇനി വർക്കൗട്ട് ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് സത്യസന്ധത ഇല്ലാത്തത്. അതുകൊണ്ടാണ് ലസ്റ്റിലേക്ക് ട്രൂ ലവ് വർക്കൗട്ട് ആവില്ല. 6 വർഷം ഒരാളെ 6 വർഷം ഒരു പെണ്ണ് തന്നെ ചതിച്ചു, അല്ലെങ്കിൽ എല്ലാം ചെയ്തു. എനിക്ക് മനസ്സിലായി ട്രൂ ലവ് ഇനിയുള്ള കാലത്ത് വർക്കൗട്ട് ആവില്ല. നേരം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയാണ്. എനിക്ക് ലസ്റ്റ് തോന്നിയ കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു. സത്യസന്ധതയും സിൻസിയറിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട്. സിൻസിയറിറ്റി പറഞ്ഞാൽ ലസ്റ്റ് വരുമ്പോൾ സിൻസിയർ അല്ല. പക്ഷെ എനിക്ക് ലസ്റ്റ് തോന്നി ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ സത്യസന്ധത, അത് സിൻസിയർ ആണോ ഇല്ല. അതായത് എനിക്കിപ്പോ നിങ്ങളോട് കിസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്,
അത് ഞാൻ അത് അല്ല, അല്ലാതെ നിങ്ങളുടെ ആത്മാർത്ഥത ഞാൻ പറ്റേ ഈ സെക്ഷണൽ സംഭവം രണ്ടു രീതിയിൽ ചെയ്യാം. ഔട്ട് ഓഫ് ലവും ചെയ്യാം, ഔട്ട് ഓഫ് ലസ്റ്റും ചെയ്യാം. രണ്ടും ചെയ്യാം. നമ്മളിപ്പോ നമ്മുടെ ലൈഫ് പാർട്ണറോ അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ അറ്റാച്ച് ആണെങ്കിൽ ലവ് ആയിരിക്കും കൂടുതൽ, എന്നാൽ ലസ്റ്റ് കുറച്ചുണ്ടാവും. ഈ ലവ് എന്ന് പറയുന്നത് പ്യുവർ ആണ്, പക്ഷെ ലസ്റ്റ് പ്യുവർ അല്ല, പക്ഷെ എസ്തെറ്റിക് ആണ്. പക്ഷെ ഈ ലസ്ലെസ് ലവ് ആർത്തി എനിക്ക് ഉണ്ടായ ദുരനുഭവത്തിൽ നിന്നാണ് ഞാൻ ലസ്റ്റിലേക്ക് ഇട തിരിഞ്ഞത്. കാരണം ഈ ടൂ ലവ് വർക്ക്ഔട്ട് ആവില്ല എനിക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള കാലത്ത് കുറെ അനുഭവിച്ചാണ്, കുറെ അനുഭവിച്ചാണ്. അപ്പൊ താങ്കൾ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് തിയററ്റിക്കലായി, ഇപ്പൊ പ്രാക്ടിക്കലായി. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, താങ്കൾക്ക് ഇപ്പോ കാണുന്ന എല്ലാവരോടും എല്ലാവരോടും വേണ്ട, താങ്കൾ കാണുന്നത് താങ്കൾക്ക് ലിപ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന, അത് സിനിമയിൽ ചെയ്യാൻ അപ്പൊ താങ്കൾക്ക് നേരിട്ട് തോന്നില്ല, നേരിട്ട് വന്നിട്ടില്ല, വേണ്ട, ആരും പറഞ്ഞിട്ടില്ല, വേണ്ട 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 വേണ്ട, സിനിമ ചെയ്താൽ മതി, സിനിമ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ കാണുന്നത് താങ്കൾ ഓൺലി 6 സിനിമയിൽ മാത്രമേ അഭിനയിക്കുള്ളൂ. ആര് കിസ്സിംഗ് സീൻ മാത്രമേ അഭിനയിക്കുള്ളൂ. അങ്ങനൊന്നുമില്ല, ഇത് വണ്ണോട്ടി ഭാഗം അത്രേ ഇല്ല. അത് മാത്രം ചെയ്യാൻ കാസ്റ്ററോവി അല്ലെങ്കിൽ കാവതയോ. ഞാൻ ചോദിച്ചത്, ഞാൻ അങ്ങനത്തെ ആളൊന്നല്ല. താങ്കൾക്ക് ഇപ്പൊ ഒരു ആളെ കാണുമ്പോ അവരോട് ലിപ് ലോക്ക് ചെയ്യണമെന്നുണ്ടല്ലോ, ഒരു നടിയോട് ലിപ് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നടിമാർ മാത്രം കാണാൻ പോകുന്നുണ്ടോ? പിന്നെ ആരും തോന്നാ വേറെ ആരും കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയില്ല, പറയാറുണ്ടോ? മീഡിയ അല്ല അത്, പബ്ലിക്കിന് അറിയില്ലല്ലോ, പബ്ലിക്കിന് അവിടെ അറിയില്ലല്ലോ. ഞാൻ ലിപ് ലോക്ക് പറഞ്ഞത് ഞാൻ നേരിട്ട് പ്രണയാന്ന് പറഞ്ഞിട്ടുണ്ട്, പണ്ടോട് ഇഷ്ടമാണ് പറഞ്ഞത്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നാലെ പറഞ്ഞല്ലോ ഒരു UK പെണ്ണായിട്ട് പ്രണയത്തിലാണെന്ന്, പേര് പറഞ്ഞ UK പെണ്ണായിട്ട് എന്നെ വെറുതെ അവൾ പറ്റിച്ചു. ആ കാര്യം തോന്നു പറഞ്ഞു, ഞാൻ UK പ്രണയത്തിലാണ് പറഞ്ഞല്ലോ, അവളെ ചീറ്റ് ചെയ്തു. അവളെ എന്നെ വെറുതെ ട്രാപ്പ് ചെയ്ത് നോക്കിയതാണ്. പെരേരയ്ക്ക് അവൾ അവൾ പെരേരെ പ്രണയിച്ചു, എന്നെ പ്രണയിച്ചു, അറ്റേട്ടായി രണ്ടുപേരെ ട്രാപ്പിലൊക്കെ നോക്കി. പെരേര പെട്ടുപോയി, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഇപ്പൊ ഹണി ട്രാപ്പ് പറഞ്ഞാൽ എന്തൊക്കെയാ നടക്കുന്നത്? വെറുതെ നമ്മൾ ഈ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുക, നമ്മളെ കൂടെ വർത്തമാനം പഠിപ്പിച്ച് സെക്സ് ടോക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഇന്നത്തെ തുണി ഊരി നിൽക്കാൻ, ന്യൂഡായിട്ട് നിൽക്കാൻ പറയുക, എന്റെ വീഡിയോ എടുക്കുക, എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇത്ര രൂപ തരണോ? ഒരുത്തൽ ഏതൊരുത്തായിട്ടും കൂട്ടുക, അവരുടെ കാശില്ല, ഇട്ടോളാൻ പറഞ്ഞു. അതിൽ കാശില്ല പറഞ്ഞു, ഇട്ടോളാൻ പറഞ്ഞു. അവൻ കൊടുക്കാൻ ആ എമൗണ്ട് അവിടെ ഇല്ല. അവൻ പറഞ്ഞു ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെയെങ്കിലും പോപ്പുലർ ആവട്ടെ പറഞ്ഞു. അല്ലാതെ അറിയാതെ അവനാണ്, ഞാനല്ല. തമാശ. ഇപ്പൊ ആണുങ്ങളുടെ അവസ്ഥ ധൈര്യമാണ്, പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാം. അത് മനസ്സിലാക്കണം. അങ്ങനെയൊന്നുമില്ല. ലൂലുമാലിൽ വെച്ചറിഞ്ഞ അറ്റാക്കില്ല. ഞാൻ ഒരു കേസ് കൊടുത്തപ്പോ അവന്റെ കൂടെ പെണ്ണിട്ട് ആ പെണ്ണിനെ ഞാൻ കയറി പിടിച്ചതാണ്, കള്ളക്കേസിലാക്കാൻ പോയി. ഞാൻ ആ പെണ്ണാൾ കണ്ടിട്ടുള്ളൂല്ല, ഞാൻ കള്ളക്കേസിലാക്കുകയാണ്. ഇന്നാള് ഞാൻ ജയിലിൽ കണ്ടപ്പോ ഒരാൾ പറയാണ്, അയാൾ ഒരാളെ കയറി പിടിച്ചു, ഒരാളിനെ കേസ് കൊടുത്ത് അയാളുടെ ഭാര്യയ്ക്ക് പിടിച്ചു പോകും. ഇങ്ങനെ ഈ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യാണ്. ഇത് നിർഭയ കേസ് വന്നപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അവിടെ റൂറൽ ഏരിയാസിൽ വിദ്യാഭ്യാസത്തിലാകുന്ന സിവിലൈസ്ഡ് അല്ലാത്തതുകൊണ്ട് അവിടെ റേപ്പ് കേസ് കൂടിയപ്പോഴാണ് കൊണ്ടുവന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിലെ ആൾക്കാർ ഇത് വേറെ രീതിയിൽ മിസ്യൂസ് ചെയ്യാം. എത്രയോ സെലിബ്രിറ്റീസ് പെട്ടിരിക്കുന്നു. നമ്മളായിട്ട് നമ്മളായിട്ട് കുറെ നാൾ ബന്ധം വെച്ചിട്ട് ഒരു നാൾ കഴിഞ്ഞിട്ട് മാറ്റി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് ലീഗൽ പ്രോബ്ലം ഉണ്ടാ. ദിവ്യം പോളിക്കെതിരെ വന്നപ്പോ ഇത് ചെയ്തു. ഇങ്ങനെ പറഞ്ഞിട്ട് ശിക്ഷയും കൊടുക്കില്ല, തെറ്റാൻ പ്രൂവ് ചെയ്യുമ്പോ അവരെ ശിക്ഷിക്കണമില്ല. ഒരാളുടെ പേരല്ല പോകുന്നത്. ഇതില് ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു, അവൻ കൂടിയാണ് ഈ സംഭവം ചെയ്തത്. അപ്പൊ ആ പെണ്ണിന് മാത്രമാണ് കുറ്റം. അല്ല, ഞാൻ കള്ള കേസ് കൊടുക്കാൻ പോയി. കൂടുതൽ ആളുകൂടി ഇല്ലേ ഞാൻ കേസ് കൊടുത്തപ്പോൾ ഇവർ കൗണ്ടർ കേസ് കൊടുക്കാൻ പോയത് ആ പെണ്ണിനെ ഞാൻ കയറി പിടിച്ചു വന്നു. അത് അവനില്ലേ, കൂടെ എടുത്തുകൂടിയില്ലേ? അപ്പൊ ഇവനെ കൊടുത്തില്ല, കള്ള കേസ്. പെണ്ണുങ്ങളെ നിയമം മിസ്യൂസ് ചെയ്യണം. ആ പെണ്ണുങ്ങളെ വെച്ച് രണ്ടുപേരും മിസ്യൂസ് ചെയ്യും. ആണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾ മാത്രം. ഇന്നിപ്പോ ഇവിടെ എന്റെ കലൂർ ഫ്ലാറ്റ് ഉണ്ട്, ഒരു പെൺകുട്ടി എന്റെ പറയാറുന്നതാണ് കുറെ നാള്. ഫ്ലാറ്റ് കൊടുക്കണം, പിന്നെ അവളെ എന്നെ കല്യാണിക്കുമ്പോൾ പറഞ്ഞു. പിന്നെ മനസ്സിലായി അവൾ ലോ ഫ്രോഡായിരുന്നു. ഞാൻ കൊടുത്തില്ല, എന്നോട് ചെയ്താൽ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ കൊടുത്തില്ല. നമുക്കൊരു ഫ്ലാറ്റ് പോലും ഒരു താമസിക്കാൻ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്റെ ഫാദർ ഒരു കേസ് നടന്നാൽ 8 വർഷം ട്രിവാൻഡ്രത്ത് പ്രോപ്പർട്ടി, ഈ ഒരു പെണ്ണും 2 പിള്ളേർ അവർക്ക് പോലീസുകളൊന്നും ചെയ്യില്ല. ഒരു വീട് ഒഴിവാക്കാൻ കൊടുക്കാൻ പറ്റില്ല, പെണ്ണുങ്ങളെ കയറ്റാൻ പറ്റില്ല.
ഈ പെണ്ണുങ്ങളെ നിയമം മിസ്യൂസ് ചെയ്യണം. ആ പെണ്ണുങ്ങൾ നിയമം പെണ്ണുങ്ങൾ മാത്രമല്ല ആണെങ്കിലും പെണ്ണുങ്ങളും എല്ലാം മിസ്യൂസ് ചെയ്യുന്നുണ്ട് ആ നിയമം വെച്ചു. ആ നിയമം നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഇവിടെ മിസ്യൂസ് ചെയ്യുകയാണ്. ആണെങ്കിലല്ല പെണ്ണുങ്ങൾ പേടിയാണ്. അതാണ് എനിക്കൊരു വീട്ടിൽ വിശ്വാസമില്ല. കാരണം എപ്പോഴാണ് പണി കിട്ടുന്ന അറിയില്ല. സെലിബ്രിറ്റീസിനാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. എത്ര പേര് ട്രാപ്പ് അയക്കുന്നു ഇപ്പൊ? വിജയ് ബാബു, അമർ ലുലു, എത്ര പേരെ പെട്ടിരിക്കുന്ന? അല്ല, നമുക്ക് അത്യാവശ്യം അറിയില്ല. പക്ഷെ കുറെ നാൾ നമ്മൾ കൂടെ നടന്നിട്ട് പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പെണ്ണ് വിചാരിച്ചാൽ ആണ്ട് ജീവിതം നശിപ്പിക്കാം. എന്നോട് പെണ്ണ് പാട്ടില്ല, ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാം. അവര് നിയമങ്ങൾ അനുകൂലമാണ്. അതുകൊണ്ടാണ് 7 മണിയാകുമ്പോഴത്തേക്കും അണ്ണൻ ഈ പറഞ്ഞ പോലെ ഇതിന് പറയാൻ വേണ്ടി. അതല്ല ഒരു നിങ്ങൾ ഞാൻ അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരു ചാർത്ത് കൊണ്ടിട്ട് നടക്കാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൊണ്ടുണ്ട്. അല്ലാതെ ഞാൻ എവിടെ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ ഇപ്പൊ നോക്കി ക്രസ് പറഞ്ഞിട്ടാലേ ആ വീഡിയോസ് മുന്നോട്ട് പോകുന്നു. ആൾക്കാർക്ക് വേണ്ട അതാണ്. ഇത് മീഡിയയുടെ ഞങ്ങളുടെ കുഴപ്പമല്ല, ആളുകളുടെ കുഴപ്പമാണ്. ആളുകൾ എന്ന് കുഴപ്പമില്ലായി, അവരുടെ സമൂഹം അങ്ങനെയായി പോയി. ഇത് മതങ്ങളാണ്. ഇപ്പൊ ക്രിസ്ത്യൻ നിയമത്തിലെ ഹോമോസെക്ഷ്വാലിറ്റി സിന്നാണ്. അങ്ങനെ മതങ്ങൾ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളാണ്. പിന്നെ ഈ സെക്ഷ്വാലിറ്റി സയന്റിഫിക്കലി എടുക്കുകയാണെങ്കിൽ ഹോർമോണലാണ്. ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് ആവശ്യമില്ലായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. ഈ കൂടുതൽ ആൾക്കാർ ട്രീറ്റ്മെന്റ് എടുക്കുക, ഇല്ലെങ്കിൽ അവര് കല്യാണം കഴിക്കുന്നത്. ഇതാണ് അവർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഇവരെന്തെയോ പറയും, ഇവർക്ക് കഴപ്പ് കൂടുതലാണ്, ഞരമ്പ് രോഗിയാണ്, അങ്ങനെ അല്ല പറയേണ്ടത്. നമ്മുടെ ഹോമോസെക്ഷ്വൽ ആൾക്കാരാണ് പറയും ഇല്ലല്ലോ, കാരണം അവർക്ക് ഹോർമോണൽ അറിയാം. ഇതും ഹോർമോണലാണ്. ഒരാൾ വുമണൈസർ അല്ല പ്ലേ ബോയ് ആവുന്നത് അവർക്ക് ഇത് കൂടിയോണ്ടാണ്. അത് അവരുടെ വീക്ക്നെസ് ആണ്. അല്ലാതെ അവർക്ക് ഇങ്ങനെ അവരുടെ ഒരു ബലീനറാണ്. ആ രീതിയിൽ എടുക്കണം. അതായത് അവരെ കളിയാക്കുക, അല്ലെങ്കിൽ ഹോമോസെക്ഷ്വൽ ആൾക്കാർ നമ്മൾ കളിയാക്കും ഇല്ലല്ലോ. അതേപോലെ ഇങ്ങനത്തെ ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എല്ലാം അവന്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും അങ്ങനെ പല കാര്യങ്ങളും ക്രിമിനൽസ് ആണ് പലതും ചെയ്യുന്നു. ആ ക്രൈം മിക്ക ക്രിമിനൽസും മാനസിക രോഗികളാണ്. ക്രിമിനൽസ് അപ്പൊ മാനസിക രോഗികൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവരെ പണിഷല്ല ചെയ്യേണ്ട, ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. എല്ലാവരും പണിഷ്മെന്റ് ഞാൻ ജയിലിൽ പോയപ്പോ ഒരു കള്ളുണ്ടായിരുന്നു. അവൻ 4-5 അവൻ ജയിലിൽ കയറി. അവനിങ്ങനെ പണിച്ചിട്ട് അവൻ പിന്നോ കള്ളം ചെയ്യുന്നു, പിന്നോ കയറുന്നു. അപ്പൊ അത് ട്രീറ്റ്മെന്റാ കൊടുക്കേണ്ടത്. ഇവരെല്ലാം നോർമൽ ആൾക്കാരല്ല, ക്രിമിനൽസാ. അവർക്ക് ട്രീറ്റ്മെന്റാ കൊടുക്കേണ്ടത്, അല്ലാതെ പണിഷ്മെന്റ് അല്ല. പണിഷ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇത് സപ്രസ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. ട്രീറ്റ്മെന്റ് ആണ്, സയന്റിഫിക് രീതിയിൽ കാണണം. നമ്മൾ ഇതിപ്പോ റിലീജിയൻ ആണെങ്കിൽ റിലീജിയസ് സ്കില്ല് കാണുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുക, അങ്ങനെയൊക്കെയാണ്. സയന്റിഫിക് ചിന്തിക്കുമ്പോൾ നമ്മൾ അവരെ റെക്ടിഫൈ ചെയ്യാം. അല്ല, ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ കാര്യം പറഞ്ഞിട്ട് ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ ചോദിക്കാൻ വരുമ്പോൾ അതിന് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആണോ, ഭരണഘടന ശരിയല്ല, ജാതി ശരിയല്ല, അതൊന്നല്ല. ട്രീറ്റ്മെന്റ് കൊടുക്കണം അവർക്ക്. ഇത് കൂടുതലാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. ഞാൻ സ്ക്രീൻ ഓർഡറോ വുമണൈസറോ പ്ലേ ബോയോ ഒന്നല്ല. പിന്നെന്താണ് എനിക്ക് ആവശ്യത്തിനുണ്ടോ? അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഉള്ള ആവശ്യത്തിന് ഇമ്പോർട്ടന്റ് അല്ല, ഈ ഷണ്ടർ അല്ല, അത്രേ ഉള്ളൂ. ആവശ്യത്തിനുണ്ട്. പക്ഷെ ഈ താങ്കൾ 7 മണിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തു. താങ്കൾ അതാണോ ഇതാണോ എന്നുള്ളതല്ല, ഇത് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കി. ഞാൻ ട്രൂ ലവ് നടന്ന ആളാണ് ഞാൻ ഒരു കാലം വരെ. എനിക്കത് മതിയായപ്പോ ട്രൂ ലവ് കിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ കാണുന്നവരെല്ലാവരും ക്രഷാണ്, അല്ലെങ്കിൽ ഞാൻ ലിപ്ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇതൊക്കെ പറഞ്ഞാണ് സിനിമയിൽ ചെയ്യാനാ പറഞ്ഞത്, ജീവിതത്തിലല്ല. പിന്നെ ക്രഷ് പറഞ്ഞ ഓപ്പം എന്താണ്? ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞ ഓപ്പം എന്താണ്? ഒരാളെ മാത്രം ഇഷ്ടപ്പെടാൻ പറഞ്ഞുണ്ടോ? ഇല്ല, എല്ലാവരും ഇഷ്ടപ്പെടാവുന്ന ഇഷ്ടപ്പെടില്ല. ഓക്കെ, സമൂഹത്തിൽ കൺകൂടുകയാണ്. ഇതല്ലേ നമ്മുടെ സമൂഹത്തിൽ മതങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. സമൂഹത്തിൽ മതങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പാടില്ല. ഇത് സമൂഹത്തിൽ മതങ്ങൾ പോലെ ചില ആൾക്കാർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. എത്ര പള്ളി അച്ഛന്മാര് എന്തൊക്കെ ഒപ്പിച്ചു നടക്കുന്നു, എത്ര കേസ് വന്നു, എന്തൊക്കെ ചെയ്യുന്നു. ഇത് സപ്പോർട്ട് ചെയ്താണ് സിനിമ പോയിട്ട് പറയുന്നത്. കൺട്രോൾ വേണം, റാഷണലായി ചിന്തിക്കണം, കൺട്രോൾ വേണം. ഈ മൃഗങ്ങളെ പോലെ ആവണം. പക്ഷെ ഇത് നമ്മുടെ സമൂഹത്തിലെ മതങ്ങളും പലതുമാണ് സെക്ഷൻ സംഭവത്തിന് ഇത്ര മോശമായി ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരാൾ നിർബന്ധിക്കുന്ന തെറ്റാണ്. മ്യൂച്വൽ കൺസെന്റ് കുഴപ്പമില്ല, ഒരാൾ നിർബന്ധിക്കുന്ന തെറ്റാണ്.
അതാണ് ഹേമ കമ്മിങ്സ് വന്നിരിക്കുന്നത്. അതാണ് പൂത്തി ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടതെന്നാണ് അണ്ണൻ പറയുന്നത്. പണിഷ്മെന്റ് അല്ല, ഒരു ട്രീറ്റ്മെന്റ്. കാലത്ത് അണ്ണൻ ഇതുപോലെ ലൈവ് ചെയ്ത് ഇപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തു. അത് തെറ്റാണ്, നമ്മുടെ ലീഗൽ പ്രോബ്ലം. അപ്പൊ നമ്മുടെ നീതിപീഠവും അതായത് ഭരണഘടനയിലും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നിയമം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പണം പറയുന്നത് അത് നിർത്തി, വേറെ കൊണ്ടല്ല, അതെനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഞാൻ നിർത്തിയത് വേറെ കൊണ്ടല്ല. ഇത് ഭരണഘടന അതിനെ അനുവദിക്കുന്നില്ല അല്ലേ, അതുകൊണ്ടാണ്. അല്ലാണ്ട് അണ്ണൻ ഇനിയും തുടരും, ക്രഷ് തുടരുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറ്റി ഞാനും പെരേര ലിപ്ലോക്കിന്റെ ഒരു വീഡിയോ വന്നില്ല, ഞാൻ ചെയ്തിട്ടാണോ ഓരോരുത്തർ വിളിച്ചു നോക്കിയാൽ നിങ്ങൾ ആ ടൈപ്പ് ആളാണോ? അപ്പൊ അങ്ങനെ മിസ്യൂസ് ചെയ്തുകൊണ്ടാണോ? വിഷയമല്ല, എല്ലാം ഈ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, ഈ മതങ്ങളുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. മതങ്ങളാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. നമ്മളിപ്പോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ നേരം മതങ്ങൾ പ്രശ്നങ്ങളാണ്, ഭരണഘടന പ്രശ്നമെന്ന് പറഞ്ഞാൽ മതി. സൊസൈറ്റിയുടെ കുഴപ്പമാണ്, സമൂഹത്തിന്റെ കുഴപ്പമാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഇനിയിപ്പോ ഇതെല്ലാം അണ്ണൻ പറയുന്നത് സൊസൈറ്റിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാണ്. സമൂഹത്തിന്റെ കുഴപ്പമാണ്, സമൂഹത്തിന്റെ കുഴപ്പമാണ്, സൊസൈറ്റിയുടെ കുഴപ്പമാണ്, ഭരണഘടന ശരിയല്ല, പിന്നെ എന്തൊക്കെയോ നിയമം ശരിയല്ല, നിയമം ശരിയല്ല. താങ്ക് യു. എല്ലാ നിയമം, ചില നിയമം. ഓക്കെ, താങ്ക് യു. അല്ല, മനസ്സിലായില്ല, ഞാൻ അവരോട് ഇവനെ ജസ്റ്റ് ആസ്വദിക്കണം, ആസ്വദിക്കാവുന്ന പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കേറണമായിരുന്നു. ഇനി അടുത്ത ടോപ്പിക് എന്താ? എന്തുകൊണ്ട് കാർത്തികന്റെ കലാകാരൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല? കാർത്തികൻ കലാകാരൻ എന്തുകൊണ്ട് അല്ല കാർത്തികൻ കലാകാരൻ എന്തുകൊണ്ട് വിദേശ മാറുന്നില്ല? അത് ഞാൻ മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല ഇവിടെ ആരാണ്, ഞാൻ കണ്ടില്ല. നിങ്ങൾ ഇടയിൽ ഇടപെട്ട് പറയണം. നമുക്ക് വേറെ ടോപ്പിക് ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് തിരിയുമെന്ന് വിചാരിച്ചിട്ട് ജന്മം എനിക്ക്